ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർജറ്റ് ഉണ്ട്, ലൈക്കിന് 1K ആണ്. അപ്പൊ ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും ഒന്ന് വീഡിയോ കാണാൻ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോകാം അല്ലെ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ നന്ദേനെയും ഗൗതമിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ നന്ദ പറയുകയാണ്, ഈ ക്രിമിനലിന്റെ ഈ താലി ചുമന്നുകൊണ്ട് നടക്കാനേ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഈ താലി ഞാൻ ഊരുക എന്നേക്കുമായി. എനിക്കിനി ഈ താലിയുടെ കാര്യമില്ല. ഈ താലിയുടെ അവകാശി ഇനി ഞാനുമല്ല. ഇതിന്റെ അവകാശി ആരാണെന്ന് വെച്ചാല് അവർക്ക് കൊണ്ട് കൊടുത്തോന്നും പറഞ്ഞുകൊണ്ടാണ് കഴുത്തിൽ നിന്ന് ആ മാല ഊരി നമ്മുടെ ഗൗതമിന്റെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. ആ ഒരു ഭാഗമായിരുന്നു ഇന്നലെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. ഏതായാലും ആ താലി നമ്മുടെ ഗൗതമിന്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ താലിക്കും അതുപോലെ തന്നെ ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുമ്പോഴും അതിന് ഒരുപാട് അർത്ഥമുണ്ട്. പക്ഷെ ഇപ്പൊ ആ അർത്ഥമൊന്നുമില്ല. ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവളുടെ മനസ്സിൽ അർപ്പിക്കുന്ന വിശ്വാസമാണ് ഈ താലി എന്ന് പറയുന്നത്. ഇപ്പം ഈ വിശ്വാസം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്കിനി ഇതിന്റെ കാര്യമില്ല. ഇനി ഇത് നിങ്ങളുടെ കയ്യിലിരിക്കണം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കഴുത്തിൽ ചാർത്തുവോ ചാർത്താതിരിക്കുവോ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് ആ കയ്യിലേക്ക് അങ്ങ് വെച്ച് അങ്ങോട്ട് കൊടുത്തു. അന്തം വിട്ട് നിൽക്കുന്ന നമ്മുടെ ഗൗതമിന് ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദ പറഞ്ഞു, എല്ലാ തവണ വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോകുമ്പോൾ മനസ്സിന്റെ കോണില് എന്തോ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ നന്ദിയോടും സ്നേഹത്തോടും കൂടി തന്നെയാ നിങ്ങളെ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പം മുതൽ എൻ്റെ മനസ്സിൽ നിങ്ങളില്ല, നിങ്ങളുടെ രൂപവേ ഇല്ല. വെറുപ്പ് മാത്രമേ ഈ നന്ദയ്ക്ക് ഇപ്പം ഈ നിൽക്കുന്ന ക്രിമിനലായ പോലീസുകാരനോടുള്ളൂ. അർഹിക്കുന്ന ശിക്ഷ അത് നിങ്ങൾക്ക് കിട്ടും. അത് അധികം താമസിക്കാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നന്ദി അവിടെ നിന്ന് ഒരു പോക്ക് പോകുകയാണ് കേട്ടോ. ചങ്ക് തകർന്ന് നിൽക്കുന്ന ഗൗതം ഒരക്ഷരം പോലും മിണ്ടാൻ പറ്റാതെ, എന്താ പറയുക, ആ തൊണ്ട ഇടറി നിൽക്കുന്ന ഗൗതത്തിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ അഭിരാമിനെയും അർജുനെയാണ്. അങ്ങനെ അഭിരാമി ഓരോ കാര്യങ്ങൾ അർജുനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാം എൻ്റെ തെറ്റ് തന്നെയാ, എൻ്റെ തെറ്റ്. അതിന് വേറെ ആരെയും ഞാൻ പഴിക്കുന്നില്ല. ഞാൻ ഇറങ്ങി തിരിച്ചപ്പം എൻ്റെ പേര് മാറ്റി. പിന്നെ എൻ്റെ വീട്ടുകാരെ നാണക്കേടിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ആ പേര് ഞാൻ മാറ്റിയത്. പിന്നെ ഒരു ചീത്തപ്പേര് അത് എൻ്റെ വീട്ടുകാർക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. പിന്നെ ഒരു തീവ്രവാദിയുടെ മകളാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാതാപിതാക്കളെ ഒറ്റപ്പെടും, സമൂഹം ഒറ്റപ്പെടുത്തും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒരിക്കലും ആ ഒരു പേരിൽ അറിയപ്പെടാതിരുന്നത്. ഇനിയിപ്പം എനിക്ക് ഒന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്ന്. പക്ഷേ അതിപ്പം ഞാൻ ഗൗതമിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമായിട്ട് മാറിയെന്ന എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പം നടന്നതൊന്നും ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അഭിരാമി. ഇനിയിപ്പോൾ വേറെ ഒന്നും അല്ല ചിന്തിക്കേണ്ടത്. ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. ഇനി എന്ത് ചെയ്യാനാ? ഇനി എൻ്റെ മുമ്പിൽ വെറും ശൂന്യത മാത്രമാണുള്ളത്. ഈ ശൂന്യത നീ തന്നെയല്ലേ അഭിരാമി കൊണ്ടിട്ടത്. നീ സൂരജിനോടുള്ള അമിതമായ സ്നേഹം കൊണ്ട്, പ്രേമം കൊണ്ട് അവനോടൊപ്പം നിന്നു. അത് ഏറ്റവും വലിയ തെറ്റ്. അവനെ പറഞ്ഞു തിരുത്തേണ്ടത് നീ ആയിരുന്നു ഒരു ഭാര്യ എന്ന നിലയിൽ. പിന്നെ ഇതിലിപ്പം ഞാൻ എന്താ പറയുക? ഏതായാലും ആരുടെയും ജീവിതം നശിപ്പിക്കുവോ ആർക്കു വേണ്ടി പ്രവർത്തിക്കുവോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ നീ ഇതുവരെ ആരുടെ ജീവിതം നശിപ്പിക്കാൻ നിന്നിട്ടില്ലല്ലോ. ആദ്യമായിട്ടാണല്ലോ നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അതൊക്കെ പറഞ്ഞിട്ട് നിനക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നത്. അപ്പൊ നമ്മുടെ ആമി കരയാണ്. ആമി കരഞ്ഞപ്പോഴത്തേക്കും എന്താ പറ്റിയത്? എന്തിനാ നീ കരയുന്നത്? അത് പിന്നെ എന്തോ വല്ലാത്തൊരു ഫീല്. അല്ല, നിനക്ക് എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടോ? ഇതിനകത്ത് വെള്ളമില്ലല്ലോ. ഞാൻ പോയി താഴെ വെള്ളം എടുത്തിട്ട് വരട്ടെ? വേണ്ട, ഞാൻ പോയി എടുത്തോളാം. എന്താ, നിന്റെ തൊണ്ട ഇടറുന്നുണ്ടോ? അത് പിന്നെ എന്തോ ഒരു വല്ലാത്ത അവസ്ഥ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞപ്പം, എങ്കിൽ നീ ഇവിടെ കിടക്ക്, ഞാൻ പോയി വെള്ളം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ താഴേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ അഭിരാമി ഗൗതമിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. കാരണം ഗൗതം തന്നെ പരിപാലിച്ചതും ഒരു സഹോദരീനെ പോലെ സ്നേഹിച്ചതും നോക്കിയതും ഒരു കളിക്കൂട്ടുകാരി എന്ന നിലയിലല്ല, സ്വന്തം കൂടപ്പറപ്പിനെ പോലെ തന്നെയാണ് തന്നെ ഗൗതം കൊണ്ടു നടന്നതും. ഒരിക്കലും ഗൗതമിനെ ചതിക്കാൻ പാടില്ല എന്നുമൊക്കെ നമ്മുടെ അഭിരാമിയുടെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ കയറി വരിക. ഇതേ സമയത്ത് നമ്മുടെ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒരു സിസ്റ്ററും കൂടെ ഉണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇത് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്നതാ, നിങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അഭിരാമി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ പരിശോധിക്കുകയാണ്. പക്ഷേ ഡോക്ടർ പരിശോധിക്കുന്നത് വേറൊരു രീതിയിലുമല്ല.
ആകെ മൊത്തം ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്, ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ തപ്പുന്നതെന്ന് ചോദിച്ചപ്പം ഹേയ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ആ ഒരു ഡോക്ടറിനോട് പറഞ്ഞു, അതെ ഒന്നുമില്ല സാർ, ഒന്നും ശരീരത്ത് കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറഞ്ഞു, എങ്കിൽ പിന്നെ നീ അങ്ങോട്ട് മാറി നിന്നേടി, അതെ നിന്റെ കുറച്ച് കാര്യങ്ങളൂടെ ഞങ്ങൾക്ക് നോക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സഞ്ചിയും കാര്യങ്ങളും എല്ലാം കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ അഭിരാമിക്ക് മനസ്സിലായി എന്തോ പന്തികേട് ഉണ്ട് എന്ന്. തൊട്ടടുത്ത് നിന്ന് ഒരു തോക്കും കൊണ്ട് നേരെ ഒരാള് ചൂണ്ടി ഇങ്ങനെ വന്നു. അത് ഡോക്ടർ അല്ലായിരുന്നു, അത് പോലീസായിരുന്നു കേട്ടോ. അപ്പം എല്ലാ സത്യങ്ങളും പോലീസ് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അഭിരാമിനെ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു വനിതാ പോലീസും ഒരു പോലീസും. അത് നേഴ്സിന്റെയും ഡോക്ടറിന്റെയും രൂപത്തിൽ വന്നതാണ്. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു, പേടിക്കണ്ട, നീ എന്താ ഓർത്തത്, ഞങ്ങളെ പറ്റിച്ചു മുങ്ങാമെന്നോ? അതെ, ഞാൻ ഡോക്ടറൊന്നുമല്ല, ഞാൻ പോലീസ് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ തന്നെ അഭിരാമി ഞെട്ടി പോയിട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ അർജുനെയാണ്. അങ്ങനെ അർജുൻ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കുറെ പോലീസുകാർ ഇങ്ങനെ കൂട്ടത്തോടു കൂടി നമ്മുടെ അഭിരാമിയുടെ ആ റൂമിലേക്ക് ഓടി കയറുകയാണ്. അപ്പം അർജുൻ ഞെട്ടിപ്പോയിട്ട് അർജുൻ ഓർത്ത് ഇത് എന്ത് പറ്റിയെന്നറിയില്ല. അർജുൻ വിളിച്ചു പറഞ്ഞിട്ടില്ല, പോലീസിനെ അറിയിച്ചിട്ടില്ല. അപ്പൊ ഏതായാലും കാര്യം മനസ്സിലായി അർജുന് എന്തോ പന്തികേടുണ്ട്, നമ്മുടെ അഭിരാമി തീവ്രവാദിയാണെന്ന് അറിയുകയും ചെയ്യാം. അപ്പൊ അതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട എന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴേക്കും പെട്ടെന്ന് അവിടെ നിന്ന് ഒരു പോലീസുകാരൻ നമ്മുടെ അർജുനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അർജുനെ തന്നെ ഇങ്ങനെ നോക്കിയിട്ട് അർജുന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്താടാ നീ ഇവിടെ നിന്ന് പരുങ്ങുന്നതെന്ന് ചോദിച്ചു. അത് ഒന്നുമില്ല സാറേ, ഞാൻ വെള്ളം എടുക്കാൻ പോവാ. എന്നാ നീ ചെല്ല്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് നോക്കുന്നത്, ഇങ്ങോട്ടേക്ക് ആരും നോക്കേണ്ട കാര്യമില്ല, നിനക്ക് വെള്ളം എടുക്കാൻ താഴേക്കാ പോകേണ്ടതെങ്കിൽ താഴേക്ക് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അർജുനെ ആ പോലീസുകാരൻ താഴേക്ക് പറഞ്ഞു വിടുകയാണ്. കാരണം അത്രയ്ക്ക് തീവ്രമായ ഒരു കേസാണിത്. അതുകൊണ്ട് തന്നെ ആരെയും ആ പരിസരത്ത് അടുപ്പിക്കാനൊന്നും പറ്റില്ല. ഒരു തീവ്രവാദീനെ പിടികൂടുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. അങ്ങനെ ആ പോലീസുകാര് അവിടെ കയറി ആ ബാഗ് മുഴുവൻ പരിശോധിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു, ഇതിനകത്തിപ്പം ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഒരു പോലീസുകാരൻ ചോദിച്ചു, എടി നീ ആയുധമൊക്കെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ കയ്യിൽ ഒന്നുമില്ല സാർ, ഞാൻ എന്തൊളിപ്പിച്ചെന്ന് ഈ പറയുന്നത്? അഭ്യാസം ഇങ്ങോട്ട് ഇറക്കണ്ട, നീ ആരാണെന്നും എന്താണെന്നും ഒക്കെ അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ആ തോക്ക് നമ്മുടെ പോലീസുകാരൻ ആ വയറ്റിലേക്ക് ചൂണ്ടിയിട്ട് ഇത് എത്ര കിലോ കഞ്ചാവാടി കെട്ടിവെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇത് എന്താടി നീ കെട്ടിവെച്ചേക്കുന്ന ചോദിച്ചപ്പം, ഒരിക്കലും ഇത് കെട്ടിവെച്ചേക്കുന്നൊന്നുമല്ല, ഞാൻ പ്രഗ്നന്റാ. നീ പ്രഗ്നന്റോ? അപ്പൊ ഈ വയറ്റിൽ വളരുന്നതും ഒരു രാജ്യദ്രോഹിയാണല്ലേ, ഒരു രാജ്യദ്രോഹിയുടെ കുഞ്ഞ്. ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യദ്രോഹിയായിട്ട് മാറില്ലടിന്ന് ചോദിച്ചു. ഇത് കേട്ടതും വീണ്ടും ഞെട്ടിപ്പോയിട്ടോ. അപ്പോഴത്തേക്ക് പുറത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുറെ പോലീസുകാര് കൂടി നിൽക്കുന്നു. അങ്ങനെ ആ ഡോക്ടറുടെ വേഷം കെട്ടിവന്ന പോലീസുകാരൻ പറഞ്ഞു, അതെ ഇവരൊക്കെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ, അങ്ങ് സെൻട്രൽ ജയിലില്ല ഇനി നിന്റെ മുന്നോട്ടേക്കുള്ള ജീവിതം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ അഭിരാമിനെ അവിടെ നിന്ന് പോലീസ് പൊക്കിക്കൊണ്ട് പോവുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് നിസ്സഹായ അവസ്ഥയിലാണ് കേട്ടോ അർജുൻ നിൽക്കുന്നത്. അർജുൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അർജുനല്ല പക്ഷെ ഇതിനെല്ലാം കാരണക്കാരൻ. അങ്ങനെ നമ്മുടെ അഭിരാമിനെ പോലീസ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഗൗതം അങ്ങോട്ടേക്ക് കടന്നു വരികയും ഗൗതം ഇത് കാണുകയും ചെയ്യുന്നത്. ഗൗതം വല്ലാണ്ട് അങ്ങ് പേടിച്ചു പോയി. ഗൗതം നോക്കിക്കഴിഞ്ഞപ്പോൾ അർജുനും അവിടെ ഉണ്ട്. അങ്ങനെ ഗൗതമിന്റെ അടുത്തേക്ക് അർജുൻ വന്നിട്ട് പറഞ്ഞു, അത് ആമി ആയിരുന്നല്ലേ ഏട്ടാന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും ഗൗതം ഒന്നും മിണ്ടിയില്ല, ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പൊ ഗൗതം തന്നെയാണോ ഈ പോലീസുകാരനെ വിളിച്ചു വരുത്തിയെന്നും അറിയാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയിലാണ്. അതൊന്നും നമ്മളെ കാണിക്കുന്നില്ല. പിന്നെ കാണിക്കുന്നത് ഇന്ത്യവരം തറവാടാണ്. ലക്ഷ്മി ഇരുന്ന ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അങ്ങനെ അരുന്ധതി പറഞ്ഞു, ഇതെന്താ ഈ കുടുംബത്തിന് പറ്റിയത്? ഒരു സമാധാനവും കിട്ടുന്നില്ല, ഒരു മിഷനുമായിട്ട് പോയിട്ട് ഇപ്പൊ എന്തൊക്കെ പുലിവാല് പിടിച്ചോണ്ടാ നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു പോലീസ് തീവ്രവാദിയായിട്ട് ബന്ധം ഉണ്ടാക്കുമെന്ന് ആരെങ്കിലും അറിഞ്ഞോ? നമ്മുടെ ഗൗതമിനെ കുറിച്ച് നമുക്ക് ഇങ്ങനെ വല്ലതും അറിയായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അരുന്ധതി. അപ്പോഴത്തേക്ക് മോഹിനിയാണെങ്കിൽ ഗൗതമിനെ വെച്ച് എന്തൊക്കെ പുകഴ്ത്തലായിരുന്നു ഇവിടെ. അരുണാണ് മോശക്കാരൻ, പഠിത്തമില്ല, ജോലിയില്ല, ബിസിനസ് ചെയ്ത് നടക്കുന്നു, എന്തൊക്കെയാ എന്റെ അരുൺ മോനെ കുറിച്ച് പറഞ്ഞത്. എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ എനിക്ക് തോന്നുക അരുണേട്ടന് IPS ഇല്ലാത്ത ഭാഗ്യമായിന്ന്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാലോ അരുണേട്ടനെ. അപ്പോഴത്തേക്കും പവിത്രയാട്ടോ ഇത് പറഞ്ഞത്. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു, കിട്ടുന്ന അവസരം ആരും പാഴാക്കണ്ടാട്ടോ, കിട്ടുന്ന അവസരം എല്ലാവരും മുതലെടുക്ക്, എന്റെ ചങ്കില് കുത്തി ഇറക്ക്. ഏടത്തി ഒരു വീഴ്ച പറ്റിയെന്നറിഞ്ഞപ്പോ എല്ലാവരും അവനെ തള്ളിയ കൂട്ടത്തില് എന്റെ ഏടത്തിയും അവനെ തള്ളിക്കളഞ്ഞല്ലേ.
അവന് ഒരു അബദ്ധം പറ്റിയതല്ലേ. എനിക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനല്ലേ ലക്ഷ്മി അറിയൂ. ഓ എന്നാലും ഇവൻ എവിടെ പോയാലും ഒരു പെണ്ണ് കേസാണല്ലോ നോർത്തിട്ട് എന്റെ തോലി അങ്ങോട്ട് ഉരിയുക എന്ന് മോഹിനി. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു, എന്റെ ഈശ്വര, ഇതൊക്കെ കേൾക്കാൻ വേണ്ടി എന്തിനാ എന്നെ ഇവിടെ ഇരുത്തിയേക്കുന്നത്? ചങ്ക് പൊട്ടി ചത്തിരുന്നെങ്കിൽ എത്ര നന്നായനെ. ദൈവമേ, ജീവനോടെ എന്നെ അങ്ങോട്ട് എടുക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പിങ്കി വന്ന് പറഞ്ഞു, അതെ ഒരു പ്രശ്നമുണ്ട്. അതെ ആ പെണ്ണില്ലേ, ആ പെണ്ണിനെ പോലീസ് പിടിച്ചെന്ന്. പോലീസ് പിടിച്ചെന്നോ? അപ്പൊ നമ്മുടെ ഗൗതം എടുത്തി എന്താ പറ്റിയത് എന്റെ ഗൗതമിന്? മോളെ ഗൗതമുണ്ടോ അവരുടെ കൂട്ടത്തില്? ഹേയ്, ഗൗതമിന്റെ കാര്യമൊന്നും അറിയില്ല. ഏതായാലും ക്യാപ്റ്റൻ അഖിലേനെ പിടിച്ചു എന്നാണ് ന്യൂസ് വന്നത്. അതിൽ കൂടുതലൊന്നും അറിയില്ല എന്ന് പറഞ്ഞപ്പം എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ന്യൂസ് വെച്ച് നോക്കി എല്ലാം അറിയാലോ എന്ന് പറഞ്ഞ് ന്യൂസ് വെക്കുകയാണ്. അപ്പൊ ന്യൂസിനകത്ത് കാണുകയാണ് കേട്ടോ നമ്മുടെ അഭിരാമിനെ ഇങ്ങനെ പോലീസ് കൊണ്ടുപോകുന്നത്. പക്ഷെ ഗൗതമിനെ ഒന്നും കാണിക്കുന്നില്ല. അങ്ങനെ അരുന്ധതി പറയാ, നന്നായി, ഏതായാലും ഗൗതമിന്റെ തലയിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയല്ലോ, എന്റെ മോൻ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞപ്പോ മോഹിനി പറഞ്ഞു, പിന്നെ ഒഴിവായതാണോ ഇനി നെറുകന്തലേ വന്ന് വീണതാണോ എന്ന് ആർക്കറിയാം. ഏതായാലും പോലീസല്ലേ പിടിച്ചേക്കുന്നത്. അവളെ സംരക്ഷിച്ചത് ഗൗതമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്? പിന്നെ ഗൗതമിന്റെ അവസ്ഥ എന്താ? ഇതെന്താ നിങ്ങൾ ചിന്തിക്കാത്തതെന്ന് ചോദിച്ചപ്പോ വീണ്ടും നമ്മുടെ ലക്ഷ്മിക്ക് അറ്റാക്ക് വന്ന പോലെയായി. അങ്ങനെ ലക്ഷ്മി പറഞ്ഞു, ഏടത്തി അങ്ങനെ വല്ലതും ഉണ്ടാകുമോ ഏടത്തി? എന്റെ മോന് ജയിലിൽ പോവോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ മോനെ ഞാൻ ഒരിക്കലും ജയിലിൽ വിടില്ല. പിങ്കി മോളെ, നീ ഒരു കാര്യം ചെയ്യ, കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെന്നൊന്ന് അന്വേഷിക്ക്. ഹേയ്, ഇനി ഡീറ്റെയിൽസ് ഒന്നും കിട്ടാനില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഗൗതമിന്റെ പേര് എവിടെയൊന്നും വന്നിട്ടില്ല എന്ന് മാത്രമേ ഇങ്ങനെ കേട്ടിട്ടുള്ളൂ. ഇനിയിപ്പോ അറിയില്ല, അതൊക്കെ ഒരു വല്ലതും മാറ്റി വെച്ചിരിക്കുകയാണോ മറച്ചു വെച്ചിരിക്കുകയാണോ, പോലീസിന്റെ കാര്യങ്ങളൊക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലക്ഷ്മി പറഞ്ഞു, എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാവർക്കും കുറച്ച് വിഷം മേടിച്ചങ്ങ് ചാകാം. അതായിരിക്കും നല്ലത്. അല്ല, എങ്ങനെയാ അഭിരാമിനെ കണ്ടുപിടിച്ചതെന്ന് അറിയാമോ മോളെ എന്ന് അരുന്ധതി ചോദിച്ചപ്പം അതെങ്ങനെയാ എന്നൊന്നും അറിയില്ല. ഏതായാലും ഒറ്റീതാന്നാ കേട്ടത്. ഒറ്റീതാന്ന് പറഞ്ഞാല് ആരോ എവിടെന്നോ എന്തോ അറിഞ്ഞ് പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അവർക്ക് കോടി പുണ്യം കിട്ടട്ടെ. അവളെ പോലീസ് കൊണ്ടുപോട്ടെ. അവളെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാലേ എനിക്ക് സമാധാനം ആവത്തുള്ളൂ. അവളെ പോലീസ് കൊണ്ടുപോകണം. അതുകൊണ്ടാണല്ലോ അവള് എന്റെ മോന്റെ ജീവിതത്തിലേക്ക് കയറി വന്നത്. അവളിനി ഒരിക്കലും പുറലോകം കാണാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ നന്ദ വന്നത്. അപ്പൊ നന്ദയോട് പിങ്കി ഇങ്ങനെ പറയുകയാണ്, അതെ, ഒരു സന്തോഷ വാർത്ത അറിഞ്ഞായിരുന്നോ പിങ്കി? അല്ല നന്ദേ, നമ്മുടെ അഭിരാമിനെ പോലീസ് കൊണ്ടുപോയി. ഇത് നീ അറിഞ്ഞോന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് ഞാൻ അറിഞ്ഞു. ഇനിയിപ്പം എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. അഭിരാമിയോ ആര് വേണമെങ്കിലും ഇനി ഗൗതം സാറിന്റെ ജീവിതത്തിൽ വരികയോ പോവുകയോ ചെയ്തോട്ടെ. ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു. എന്താ നന്ദമോളെ നീ പറയുന്നത്? അങ്ങനെയൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. നിനക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയും. സത്യം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇല്ലമ്മേ, ഒരിക്കലും എനിക്കിനി ഗൗതം സാറിനോട് ക്ഷമിക്കാൻ കഴിയില്ല. സുജാത ആന്റിയും അച്ഛനും തമ്മിൽ ചെറിയൊരു ബന്ധം ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞപ്പോൾ അത് സഹിച്ചു അമ്മ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ സഹിക്കാത്തത്? ഒരു പുരുഷന്റെ താലി ഒരു ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും അണിയാൻ കഴിയണം. അല്ലാത്ത പക്ഷം നമ്മുടെ ജീവിതത്തിനോട് അവരെ ചേർത്ത് പിടിക്കാത്ത നല്ലത്, വലിച്ചെറിയുന്ന നല്ലത്. വേണ്ടമ്മേ, എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട. ഞങ്ങൾ തമ്മിലുള്ള എല്ലാ ബന്ധവും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. ഇനിയുള്ളത് രേഖകളിലുള്ള ബന്ധമാ. അതും ഉടനെ തന്നെ ഞാൻ വലിച്ചെറിയും. സാർ അണിയിച്ച താലി അത് ഞാൻ ഗൗതം സാറിന് തന്നെ ഊരി കൊടുത്തിട്ടുണ്ട്. സ്നേഹിച്ച് അവസാനം എന്നെ കൊന്നില്ലേ? ഇപ്പൊ എനിക്ക് സാറിനോട് വെറുപ്പ് മാത്രമേ ഉള്ളൂ. ഒരു തരി സ്നേഹം പോലും ഇപ്പൊ എന്റെ മനസ്സിലില്ല. അത്രയ്ക്ക് ക്രൂരനായ ഒരു മനുഷ്യനാ ഗൗതം സാറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ പൊട്ടിക്കരയാണ് കേട്ടോ. ഏതായാലും ഈ സമയം കാണിക്കുന്നത് നമ്മുടെ ഗൗതമിനെയാണ്. അപ്പൊ ഗൗതമും ഉണ്ട്, അർജുനും ഉണ്ട്. അങ്ങനെ അർജുൻ പറഞ്ഞു, ഗൗതമേട്ട, എന്നോടെങ്കിലും പറയായിരുന്നില്ലേ ഈ സംരക്ഷിച്ച അഭിരാമി ആരായിരുന്നു എന്ന്? ഒരു വാക്ക് പറയത്തില്ലായിരുന്നോ? എന്തിനാ? ഒറ്റ കൊടുക്കാനാണോ ഞാൻ പറയേണ്ടത്? ഏട്ട എന്തായാലും ഏട്ടന് പറയായിരുന്നു. ഒറ്റുകയോ ഒറ്റാതിരിക്കുകയോ അതൊക്കെ പോട്ടെ. അല്ല അർജുൻ, ആരെയും എനിക്ക് വിശ്വാസമില്ല. നന്ദേനെ പോലും ഈ കാര്യത്തിൽ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. ഇപ്പൊ എല്ലാം എനിക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി. എന്റെ ചിന്ത ശരിയായിരുന്നുവെന്ന്. ആമി ക്യാപ്റ്റൻ അഖിലയാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ചതി പറ്റിയത് കണ്ടോ? അല്ല ഏട്ടാ, നന്ദയാണോ ഒറ്റിയത്? ഏട്ടൻ പറഞ്ഞു വരുന്നത് നന്ദ ഒറ്റിയെന്നാണോ? കൂടുതൽ സംസാരിക്കാൻ ഞാനില്ല. ആമിയെയും അവളുടെ കുഞ്ഞിനെ ചതിച്ച് ആർക്കും എന്റെ മനസ്സിലും മാപ്പില്ല.
എന്താ എന്താ ഏട്ടൻ ഈ പറയുന്നത്? ആര് ചതിച്ചു എന്ന്? ഏട്ടാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും പറയാൻ താല്പര്യമില്ല. നിന്നോടിപ്പോ തിരിച്ചു വീട്ടിൽ പോകാനാ പറഞ്ഞത്. എനിക്ക് ചില അത്യാവശ്യങ്ങളുണ്ട്, അതൊക്കെ കഴിയാതെ ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല. ആമി ചെയ്ത തെറ്റിന് അവള് ശിക്ഷിക്കപ്പെടാൻ പോവുക. ഞാനും തെറ്റ് ചെയ്തല്ലോ, അപ്പൊ എനിക്ക് ശിക്ഷ വേണ്ടേ? ഞാനെന്താ ശിക്ഷ കിട്ടാതെ മാറി നിൽക്കണോ? ഞാനും അഭിരാമിയും ചെയ്ത തെറ്റ് ഒരേ കുറ്റവാ. അല്ല ഏട്ടാ, ഏട്ട വേറെ ആർക്കും അറിയില്ലല്ലോ ഏട്ടനാണ് അഭിരാമിനെ സംരക്ഷിച്ചതെന്ന്. പിന്നെന്താ പ്രശ്നം ഇരിക്കുന്നത്? അതാർക്കും അറിയില്ല. പക്ഷേ എൻ്റെ മനസ്സിലൊരു കോടതിയുണ്ട്, അവിടെ ഒരു ശിക്ഷ ഞാൻ വിധിച്ചിട്ടുണ്ട്. അതെനിക്ക് സ്വീകരിച്ചേ പറ്റൂ. ഏട്ടാ, അവിവേകം ഒന്നും കാണിക്കരുത്, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിന്റെ ചേട്ടനല്ലേ ഞാന്, എനിക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന്. നിന്നോട് പോകാനാ പറഞ്ഞെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ഗൗതം രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അങ്ങനെ അർജുനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പൊ എന്താണ് ഇനി നമ്മുടെ ഗൗതം തീരുമാനിച്ചിരിക്കുന്നതെന്നോ എന്നൊന്നും അറിയില്ല. നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. പിന്നെ നമ്മുടെ പുതിയ ചാനലിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഇനി മുതൽ പല്ലവിയുടെയും സേതുവിന്റെയും കഥ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.